നമ്മുടെ ഞെക്കൻ നൈസായിട്ട് അവിടെ മുട്ടടിക്കാൻ വേണ്ടി ആ ഗ്രാനൈറ്റിൻ്റെ പീസിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നോക്കി. അതുപോലെ അത് കഴിഞ്ഞിട്ട് അവൻ നൈസായിട്ട് വരും, വളഞ്ഞ് വന്നിട്ട് അവളെ തട്ടി പിന്നെയും ഗ്രാനൈറ്റിൻ്റെ അങ്ങോട്ടേക്ക് നൈസായിട്ട് നിൽക്കണമുണ്ടോ. ഓക്കെ, നൈസായിട്ട് അവനെ തിരിച്ച് വരുവാണ് അവളുടെ അടുത്തേക്ക്. ഇനി അവനെ തിരിച്ച് നൈസായിട്ട് ആ ഗ്രാനൈറ്റിൻ്റെ അങ്ങോട്ടേക്ക് നീങ്ങി പതുക്കെ നീക്കി കൊണ്ടു നോക്കി. നമ്മുടെ ചെക്കനും പെണ്ണും കൂടെ ഇരുന്ന ചെക്കൻ ആ ഗ്രാനൈറ്റിലെ ചെളിയും പായലും ഒക്കെ കൊത്തിക്കളയെന്ന് കണ്ടപ്പോഴേ നമ്മൾ കരുതിയതാണ് ഇത് മുട്ടയിടാനുള്ള പരിപാടിയാണ്. പിന്നെ അതുപോലെ അടുത്ത് തന്നെ മീനുകളെല്ലാം ഇതുങ്ങൾ കൊത്തി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാനൈറ്റിൻ്റെ ചുറ്റും മുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇത് അടുത്ത് തന്നെ ഇപ്പം മുട്ടയിടും, അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിപാടിയാന്ന് തോന്നിയോണ്ടാണ് നമ്മളിത് അമ്മമാരെ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തത് വീഡിയോ പിടിക്കാൻ നിൽക്കണേ. ഇതല്ലേ അവനാണ് ആണ്, ഈ പറയുന്ന ഇവളാണ് പെണ്ണ്. നൈസായിട്ട് അവനെ നിങ്ങൾ ബാക്കി മീനുകളെല്ലാം ഓടിച്ച് ഇങ്ങ് കൊണ്ടുവരണം. ഈ മൂലയ്ക്ക് കൊണ്ടുവന്ന ഗ്രാനൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് മുട്ടിരിക്കാനുള്ള പരിപാടിയാണ് അവൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു അതിർത്തി തർക്കം ഞാൻ കാണിച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ പോളാറിൻ്റെ അതിർത്തി തർക്കമാണ് ഇവിടെ. 3 മെയിലും 2 ഫീമെയിലും ടാങ്കിൽ കിടക്കുന്ന ആ വെള്ള ഫീമെയിലാണ്. അതുങ്ങൾ ഇവിടെ ഒരു മെയിലുണ്ട്. അവനവിടെ മുട്ടയാള സൈഡിൽ നൈസായിട്ട് മുട്ടയാക്കിയിട്ടിരിക്കുവാണ്. ആശാൻ ആ ചട്ടിയിൽ മുട്ടയാക്കിയിട്ടിരിക്കുന്നുണ്ട്. അവനും അവളുമാണ് മുട്ടയാക്കിയിട്ടിരിക്കുവാണ് ആ ശിരാതിനകത്ത്. അവരതിർത്തി തർക്കം ഇതിൻ്റെ സൈഡിൽ. ഇങ്ങറ്റത്ത് ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ കാണുന്നതും ഒരു മെയിലാണ്. ഈ കല്ലിൻ്റെ സൈഡ് ചേർന്നേക്കുന്നത് ഒരു മെയിലാണ്. ഇവർ തമ്മിൽ നടുക്ക് വരുമ്പോൾ അനങ്ങിക്കഴിഞ്ഞാൽ അടിയാണ്, ഓടിക്കലാണ്. അടുപ്പിക്കില്ല, ഓരോരുത്തരോ സ്ഥലം കയ്യേറി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്നിട്ട് മുട്ടയിടും. ഇതിന് സ്ഥലം കണ്ടുപിടിച്ച് സൈഡിലത്തെ മണ്ണും കുഴിയും എല്ലാം ഇവിടെ ചെടി നട്ടേക്കണം എല്ലാം പറിച്ച് കളഞ്ഞ് ഒരു കുഴി ഉണ്ടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും പരന്ന പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയാണ് നിങ്ങൾ മുട്ടയിടാറ്. അതിർത്തി തർക്കമാണ് ഇവർ. ഇതിൻ്റെ ഇടയിൽ കൂടെ അതിർത്തി തർക്കമാണ് ഈ നടക്കുന്നത്. നമ്മുടെ ഈ ടാങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് കോറി ഡോറാസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു ആൽഗേറ്റർ കിടപ്പുണ്ട്, പിന്നെ നിയോൺ റെയിൻബോ കിടപ്പുണ്ട്, ലെമൺ ടെട്ര വന്ന് കിടപ്പുണ്ട്, പിന്നെ നമ്മുടെ ത്രെഡ് ഫിൻ ഒരു പേര് കിടക്കുന്നുണ്ട്. ത്രെഡ് ഫിൻ ക്ലിയർ ആവുന്നില്ല, ക്ലിയർ ആവുന്നുണ്ടെന്ന്. ത്രെഡ് ഫിൻ്റെ മെയിലാണ്, അവരൊരു പേര് കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആ നീന്തി പോകുന്നത് നമ്മുടെ നിയോൺ റെയിൻബോൻ്റെ ഫീമെയിലാണ്. ഫീമെയിലിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിന് ലൈറ്റ് മഞ്ഞ കളറായിരിക്കും, അതേസമയം മെയിലിന് ചെറിയ ചുമപ്പ് കളറായിരിക്കും, ചുമപ്പും റെഡും കലർന്ന പോലത്തെ. ഇതൊരു മെയിലാണ്. അതേമാതിരി ബ്ലൂ കളറും കൂടെ ഉണ്ട്. ആ 2 മെയിലാണ്, 3 മെയിലാണ് നിൽക്കുന്നത്. റെഡ് കളറും നല്ല ബ്ലൂ ഷെയ്ഡ് കൂടുതലും ഉണ്ടാകും. അതാണ് മെയിലിനെ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി. ബ്ലൂ നിയോൺ റെയിൻബോയിൽ കണ്ടുപിടിക്കാൻ എളുപ്പം. ഈ റെഡ് വലുതാക്കണ എല്ലാം മെയിലും ഈ യെല്ലോ കാണുന്ന ഫീമെയിലുമാണ്. ക്ലിയർ ഫോക്കസ് ആവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. റെഡ് ടെയിൽ വരുന്ന മെയിലും അതിൻ്റെ ബാക്കിലേക്കുന്ന യെല്ലോ ടെയിൽ വരുന്ന ഫീമെയിലുമാണ്. ഇവരും മുട്ടയിടുന്നവരാണ്. നമ്മളെന്തെങ്കിലും സബ്സ്ട്രേറ്റോ മോസൊക്കെ വെച്ച് കൊടുത്താൽ അതിനകത്ത് മുട്ടയിടും. നമ്മൾ പിന്നെ മുട്ട സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിർക്കുന്നതായിരിക്കും. നമുക്ക് ഹാങ്ങിങ് നെറ്റുള്ള നമ്മുടെ വാട്ടർ ക്യാബേജിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ അതിനകത്തൊക്കെ മുട്ടയിടുന്ന ഒരു വെറൈറ്റിയാണ് ഈ നിയോൺ ബ്ലൂ റെയിൻബോ എന്ന് പറയുന്ന ഈ സാധനം. എല്ലാത്തിനും പോളാറ് കയറി വന്ന അടിയാണ് ഇവിടെ കിടന്നത്. ഓടിക്കലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കലാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഏഞ്ചലും അവരെ പിടിച്ച് കുത്തി ഓടിക്കാൻ തുടങ്ങും. നമ്മൾ തോട്ടിൽ നിന്ന് കിട്ടിയ ചെറിയ മീനാണ്. ഞാനിവിടെ ചുമ്മാ സൈഡിൽ കൂടെ ഒളിച്ച് നടക്കുന്നൊരു മീനാണ്. അത് നേരത്തെ കുറച്ച് പേരോടെ ഉണ്ട്, ഇവരെയൊക്കെ മാറ്റി. ഇവർക്കൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയതാണ്. നമ്മൾ ബാക്കിയുള്ളവരെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവന്മാരെപ്പം തന്നെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളായി ടാങ്ക് അവർക്ക് മാത്രമായിട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇതിനകത്ത് കുറച്ച് പുതിയ പ്ലാന്റ്സൊക്കെ മേടിച്ച് നട്ടു. നമ്മുടെ ആമസോൺ ഷോർട്സ് ഉണ്ടായിരുന്ന സൈഡ് മൊത്തം ഉണ്ടായിരുന്നു, അത് മുഴുവൻ കളഞ്ഞു. അതിനകത്ത് കുറച്ചധികം പായലൊക്കെ പിടിച്ചു തുടങ്ങിയോണ്ട് നമ്മളത് കളഞ്ഞു. പിന്നെ നമ്മൾ നിയോൺ ഗൗരയുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വിരിഞ്ഞിറങ്ങിയതായിരുന്നു. ഒരു 3 എണ്ണം നമ്മൾ തിരിഞ്ഞു നോക്കായിരുന്നുകൊണ്ട് ഒരു 3 കുഞ്ഞേ കിട്ടിയുള്ളൂ. ആ 3 പേര് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. അവന്മാർ പെല്ലറ്റും എടുക്കും, ലൈഫ് ഫീഡും എടുക്കും. ഇവരെല്ലാം എടുക്കും കേട്ടോ. പെല്ലറ്റും ലൈഫ് ഫീഡും എല്ലാം എടുക്കുന്നതാണ്. നമ്മളിവിടെ നമ്മുടെ ട്യൂബി ഫോക്സ് കൊടുക്കാറുണ്ട്, മൊയിന, മോസ്കിറ്റോ ലാറ് എല്ലാം എടുക്കും.
ഇരിക്കണം നോക്കണ്ട, ആരെങ്കിലും അനങ്ങി കഴിഞ്ഞാൽ പോയി തല്ലുണ്ടാക്കും. ഓടിക്കലാണ് പരിപാടി. അപ്പുറത്തെ പേര് മുട്ടയിട്ടിരിക്കണം. നമ്മൾ അധികം അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നമ്മളധികം അവരെ കാണിക്കണമില്ല. നമ്മുടെ കോറിഡോറയാണ്. ആശാൻ ഓടി നടക്കാൻ നിലത്ത് കൂടെ കാണുന്ന എല്ലാത്തിനും തിന്നുകൊണ്ട് നടക്കലാണ് മെയിൻ പരിപാടി. ഇവിടെ ഉണ്ട് ഒരു 10 പീസ് നമ്മൾ എടുത്തിട്ടിരുന്നു ഇതിന്. എല്ലാവരും ഈ മണ്ണിൻ്റെ ഇടയിലുള്ള സാധനങ്ങൾ, ചെറിയ ചപ്പ്, ഫിഷ് ഫുഡ്, കുഞ്ഞു കുഞ്ഞു ബ്ലഡ് വാമൊക്കെയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അവന്മാർ കുത്തിപ്പെറുക്കി നടക്കും. അവരൊക്കെ ബോട്ടം ഫീഡേഴ്സാണ്. സക്കറിനെ പോലെ തന്നെ താഴ്ത്തുന്നുള്ള ഫുഡുകൾ താഴ്ത്ത് വീഴുന്ന എല്ലാവരും പെറുക്കി തിന്ന് നടക്കുന്ന ആൾക്കാരാണ്. ചെറിയൊരു പ്രഡേറ്ററും കൂടിയാണ്. കുഞ്ഞു മീനുകൾ, ഷ്രിമ്പുകളുടെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മാർ കഴിക്കും. പിന്നെ നമ്മുടെ നെറൈറ്റ് സ്നെയിലാണ്. ആശാൻ ഫുൾ ടൈം ഫുഡ് കഴിക്കലാണ്. ഗ്ലാസ്സിൽ പറ്റി കിടക്കുന്ന പായൽ മുഴുവൻ തിന്നുകൊണ്ട് നടക്കലാണ് ആശാൻ്റെ മെയിൻ പണി. അവർക്ക് മൊത്തം 4 പല്ലാണ്, മേളിൽ നിന്ന് 2 താഴ്ത്തുനിന്ന് 2. അത് വെച്ച് ചിരണ്ടി തിന്നണതാണ് ഈ പായലുകൾ മുഴുവൻ. നമ്മുടെ ടാങ്കിലെ പായലുകളുടെ എണ്ണം കുറയ്ക്കുന്ന ദേവന്മാരും. പിന്നെ ഇതിനകത്ത് 2 അസാം സ്നെയിൽ ഇറക്കുന്നുണ്ട്. കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. കിടക്കണുണ്ടോ? ഇത് ഷെല്ല് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിനോട് നിന്ന് കക്കകളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് ഫുഡില്ലാതെ ഉമ്മാർ കുറച്ചെണ്ണമൊക്കെ പോയി. നമ്മളിപ്പോൾ കക്ക കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി. പിന്നെ അതേമാതിരി ഇതൊക്കെ അവന്മാർ പണിത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്ന ഷെല്ലുകൾ മുഴുവൻ. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഈ കിടക്കുന്ന ഷെല്ലുകൾ മുഴുവൻ അവന്മാർ വേട്ടയാടി തിന്ന് ബാക്കി കിടക്കുന്ന ഷെല്ലുകളാണ്. ഇതിൻ്റെ ബാക്കിലും ഉണ്ട് കുറേ ഷെല്ലുകൾ. ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇവന്മാർ രാത്രി വരിക, കൊല്ലുക, കഴിക്കുക, അത് തന്നെയാണ് പരിപാടി. എത്ര ഇട്ട് കൊടുത്താലും കഴിച്ചോളും. പിന്നെ അതേമാതിരി ഇതിനകത്ത് ഈ വെള്ള ഡോട്ടായിട്ട് നിങ്ങൾ കാണുന്നത് നമ്മുടെ നെറൈറ്റ് സ്നെയിലിൻ്റെ എഗ്ഗാണ്. ഡോട്ടായിട്ട് കാണുന്ന നമ്മുടെ നെറൈറ്റ് സ്നെയിൽ ഇടുന്ന മുട്ടകളാണ്. നമുക്ക് ഇത് ഫ്രഷ് വാട്ടർ ആയതുകൊണ്ട് ഇതിനകത്ത് വിരിയില്ല. ബ്രാക്കിഷ് വാട്ടർ കണ്ടീഷനിലാണെങ്കിൽ ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള വെള്ളത്തിലൊക്കെയാണ് ഈ സാധനം വിരിയുള്ളൂ. അല്ലെങ്കിൽ ഇത് ചുമ്മാ വരിയിടും പോകും. ഇഷ്ടം പോലെ ഓടുപാടി അക്കറുണ്ടാങ്കിൻ്റെ ഓടുപാടി സാധനം മുട്ടയിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഒന്നുപോലും വിരിയില്ലെന്നേ ഉള്ളൂ. ദേശം അറ്റം നോക്കിയേ, ചുമ്മാ ഇട്ട് വെച്ചൊക്കെ കിട്ടുന്ന ഗ്യാപ്പെടുന്നത്. ഇവിടെ ഒരുത്തം അതിൻ്റെ മേത്തൊക്കെ പായൽ പിടിച്ചു തുടങ്ങി. അതിൻ്റെ ഇടയിൽ മുട്ട എടുത്ത് കിടക്കുന്നതുകൊണ്ട് അത് നോക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കൈയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കുത്തി ഓടിക്കാനുള്ള വരവാണ് ആശാൻ്റെ. ക്യാമറ കണ്ടുകൊണ്ട് ഓടി വന്നതാണ്. ഇവനാണ് നമ്മളെന്തേലും നമ്മുടെ പുറകെ വന്ന് നമ്മളെ ഉപദ്രവിക്കലാണ് ദാശത്തിൻ്റെ മെയിൻ പരിപാടി.